ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂരുള്ള ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് നിരഞ്ജനയാണ്. ഹായ് നിരഞ്ജന. ഹായ്. നിരഞ്ജന ഇവിടെ ഏത് കോഴ്സാണ്? ഞാൻ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട്. ആണല്ലേ. ഏത് ഇയർ ആണ്? സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. അപ്പൊ ഈ 1 ഇയർ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ കോളേജ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, ടീച്ചേഴ്സ് ഒക്കെ നല്ല വലിയൊരു എവിടെ സ്ഥലം? എവിടെ? ഇടുക്കി. ഇടുക്കിയിലാണ്. ഇടുക്കിന്നാണ് നിരഞ്ജന വരുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു കോളേജിൽ ഇപ്പൊ കഴിഞ്ഞ വർഷം വന്നതല്ലേ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ റിയാക്ഷൻ? ഫസ്റ്റ് വന്നപ്പം എല്ലാരും തന്നെ നല്ല കമ്പനിയായി, സീനിയേഴ്സ് ഒക്കെ ആണല്ലോ നല്ല കമ്പനിയായി, ടീച്ചേഴ്സ് ഒക്കെ നല്ല കമ്പനിയായി നിന്നോണ്ട് പേടിക്കേണ്ട വന്നിട്ടില്ല, റാഗിങ് ഒന്നും ഇല്ലാത്തോണ്ട്. അപ്പൊ നമുക്ക് റൂൾ ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞാലും ആ ഇതില്ലെങ്കിൽ പോയാൽ മതി കോളേജിന്റെ റൂളില്. ഓക്കെ. അപ്പം നിങ്ങൾക്കിപ്പം ഇതില് ലാബ് ഫെസിലിറ്റി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ? ലാബില് അതൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ? ലാബിൽ നമുക്ക് ഓരോ എക്സാമിന്റെ ടൈം ആണെങ്കിലും കയറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും യൂണിറ്റിന്റെ ബേസിൽ പഠിപ്പിക്കുന്നതിന്റെ ബേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് ട്രാവലിംഗ് മെത്തേഡ് ഇപ്പൊ എങ്ങനെയാ വരുന്നത്? ഞാൻ ബസ്സിന് പോയാണ് വരുന്നത്. ഓക്കെ. ഇവിടെ നിന്ന് ഇപ്പം ഹോസ്റ്റലിലല്ലേ നിൽക്കുന്നത്? ഇപ്പൊ ഹോസ്റ്റലിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും ആദ്യം വന്നപ്പോ എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് മാറി നിന്ന് നല്ല പേടിയുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ കരയൊക്കെ ചെയ്തപ്പം എല്ലാരും സീനിയേഴ്സ് ഒക്കെ വന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അവര് കമ്പനി ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പെട്ടെന്ന് ഇവിടെ ഇതായത്. സീനിയേഴ്സ് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, അവര് അത്രയും സപ്പോർട്ടീവ് ആയിട്ടതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയതാണ് പറയുന്നത്. അപ്പോ ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ വേറൊരു സ്റ്റേറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് ഒരു മെയിൻ ഒരു പ്രശ്നമായിട്ട് വരും. അപ്പൊ ഇവിടെ വന്നപ്പോ അത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടോ? ഇല്ല, ഞങ്ങക്ക് രാവിലെ ദോശ, ഇഡ്ഡലി കിട്ടും. പിന്നെ ഉച്ചയ്ക്ക് കേരള റൈസ് ആണ് കിട്ടുന്നത് അല്ലേ? അപ്പം ആ ഒരു പിന്നെ ഇവിടെ എങ്ങനെ ലീവൊക്കെ നമ്മള് വീട്ടിലോട്ടൊക്കെ പോകുന്നത്? കോമൺ ലീവ് കിട്ടുമ്പം അങ്ങനെ പോകും. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി ലീവ് ഉണ്ടെങ്കിൽ മാമിനോട് ചോദിച്ചാൽ ലെറ്റർ എഴുതി കൊടുത്ത് തരും. കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സാം ഒക്കെ എങ്ങനെയാണ്? എക്സാം ഒക്കെ യൂണിവേഴ്സിറ്റി ടൈം ടേബിൾ. ഏത് യൂണിവേഴ്സിറ്റി? MGR യൂണിവേഴ്സിറ്റി. അപ്പൊ ഇതിപ്പം എങ്ങനെയാണ്, നിങ്ങൾക്ക് സെം വൈസ് ആണോ? അല്ല, ഇയർ വൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫസ്റ്റ് ഇയർ കുറച്ച് ടഫായിരുന്നു. ആണോ? ബട്ട് എങ്ങനെ? പ്രാക്ടിക്കലി കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഫാക്കൽറ്റീസ് ഒക്കെ എല്ലാം നമുക്ക് പറഞ്ഞുതരാം. എല്ലാരും നല്ല കമ്പനിയാണ്. നമ്മുടെ ഡൗട്ട് ഒക്കെ ചോദിച്ചാൽ നമുക്ക് നല്ല ക്ലിയർ ആക്കി തരാനൊക്കെ അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ് അവര് പോർഷൻസ് തീർത്തിട്ട് നമുക്ക് ഒരു 2-3 ഞങ്ങൾക്ക് 3 മാസത്തോളം അടുപ്പിച്ച് എക്സാം ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന് മുമ്പ്. ഓരോ യൂണിറ്റ് വൈസ് തീർത്ത് അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പം ഉണ്ടായിരുന്നു കുറച്ച് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇന്റേൺഷിപ്പ് ഞാൻ ഫസ്റ്റ് ഇയറിൽ ഇപ്പൊ 2 മാസം പോയി. സെക്കൻഡ് ഇയറിൽ പോയിട്ടില്ല. അത് പ്രത്യേകം എക്സാം കഴിയാത്തോണ്ട് മാം വിട്ടിട്ടില്ല. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ഓരോ ഇയർ വൈസ് ആണോ ഇന്റേൺഷിപ്പ് വരുന്നത്? പിന്നെ ലാസ്റ്റ് ഇയർ മാത്രമാണ് ഒരു ഇയർ ഫുള്ള് ഇന്റേൺഷിപ്പിന് പോകുന്നത്. 4th ഇയർ മാത്രം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യും? നമ്മൾ ചിലപ്പം ഇന്റേൺഷിപ്പിന് ലാസ്റ്റ് ഇയർ ഇന്റേൺഷിപ്പിന് പോകുന്ന ഹോസ്പിറ്റൽ തന്നെ നിൽക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് പ്ലേസ്മെന്റ് ആയിട്ട് കയറാം. ഓക്കെ. നമ്മൾ ഈ ഒരു കോളേജിൽ കയറിയിട്ട് ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ലേ? അപ്പൊ ഇതിന്റെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാം. നമുക്ക് അത്യാവശ്യത്തിന് പരിപാടി ഉണ്ട്, പഠിത്തമുണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടാൻ പറ്റുന്നുണ്ട്. പരിപാടിയൊക്കെ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ എന്തോ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. ഓക്കെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. ഇവർക്ക് അങ്ങനെയും ഒരു പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിൽ അവരുടേതായ ഓരോ ഫെസ്റ്റിവൽസ് പോലെ നടത്തുന്നുണ്ട് അല്ലേ? അപ്പം ഇപ്പൊ മാർച്ചില് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ തമിഴ്നാട് റിലേറ്റഡ് ആയിട്ടല്ലേ? അപ്പം പൊങ്കലൊക്കെ ഇവിടെ നമ്മൾ പൊങ്കല്, ഓണം, ക്രിസ്മസ് എല്ലാരും നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ മൊത്തത്തില് ഇവിടെ അടിപൊളിയാണ്. എന്താണ് മൊത്തത്തിൽ ഫ്രണ്ട്സ് ഒക്കെ ആയി? ജൂനിയേഴ്സ് ഒക്കെ വന്നിട്ട് എങ്ങനെയുണ്ട്? നല്ല കമ്പനിയാണ്. ജൂനിയേഴ്സ് സീനിയേഴ്സ് ഒക്കെ ഞങ്ങളുടെ ബാച്ചുകാർക്ക് നല്ല കമ്പനിയാണ്. നമ്മളെ അപ്പൊ ഇതൊക്കെയാണ് നിരഞ്ജനയുടെ ഈ ഒരു കോളേജിന്റെ ഫുൾ എക്സ്പീരിയൻസ്. അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് കോഴ്സ് എടുത്തേക്കുന്ന നിരഞ്ജനയാണ്. ഇടുക്കിയിലാണ് നിരഞ്ജനയുടെ സ്ഥലം. അപ്പൊ ഇത്രയും നേരം നമ്മൾ കേട്ടത് നിരഞ്ജനയുടെ ഓവറോൾ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ കോളേജിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചും ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നമ്മൾ കേട്ടത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു കോളേജിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.